ശരി ശരി, പ്ലീസ് പ്ലീസ് പ്ലീസ്. പ്രൊഫസർ ജയപ്രസാദ്, ഇപ്പോൾ ഇതിന് ശരിക്കും ആരാണ് മറുപടി പറയേണ്ടത്? ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുമോ? നമുക്ക് തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിൽ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുമോ? അല്ല, ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത് കാര്യമായ സ്വാധീനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനേക്കാളും ഒരുപാട് ഇതേ സ്ഥലത്ത് ഞാനിരുന്ന് ചർച്ച ചെയ്തതാണ് EVM-നെതിരായിട്ടുള്ള ഇതിനേക്കാളും ശക്തമായ ആരോപണങ്ങൾ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഉയർന്നതാണ്. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അതുകൊണ്ട് 6-7 വർഷം അതായിരുന്നു എൻ്റെ ക്യാമ്പയിൻ. അപ്പോൾ അദ്ദേഹം ഒന്നിന്ന് ജമ്പിയാണ്. അപ്പോൾ അദ്ദേഹം ഗോൾ പോസ്റ്റ് അദ്ദേഹം കാലാകാലങ്ങളിൽ മാറ്റും. അത് ചിലപ്പോൾ റാഫേൽ ആകാം, അല്ലെങ്കിൽ പെഗാസസ് ആവാം, അല്ലെങ്കിൽ ഹിൻഡർബർഗ് ആകാം, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ മാറാം. ഒന്നിന് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അഴിമതി എന്നുള്ള ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അഴിമതിയിൽ തന്നെ ഇപ്പോൾ ബോഫേഴ്സ് ഇഷ്യൂ അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ സർവൈവ് ചെയ്തത്. അപ്പോൾ മറ്റൊന്ന്, നമ്മൾ ഇലക്ഷൻ ഇവിടെ ഇരിക്കുന്ന ഇവർക്ക് അറിയാം, ഇവർ ബോധപൂർവ്വം മറച്ചേക്കുന്നൊരു വിഷയമുണ്ട്. ഇലക്ഷൻ്റെ എല്ലാ ദിവസവും ഓരോ ബൂത്തിലും ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പാർട്ടിയുടെ ഏജൻറ്റിന് 17C എന്നുള്ളൊരു ഫോം കൊടുക്കാറ്, അക്കൗണ്ട്, അത് അക്കൗണ്ട് ഓഫ് വോട്ട്, അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ അക്കൗണ്ട് കൊടുക്കുകയാണ് എല്ലാ ഏജൻറ്റിനും. അതായത് ബൂത്ത് ലെവൽ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതേ ഏജൻറ്റ് തന്നെ എണ്ണുന്ന സ്ഥലത്തും ആ അക്കൗണ്ട് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് അതിനകത്ത് കാണും. അതിനകത്ത് വോട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ വോട്ട് അട്ടിമറിക്കണമെങ്കിൽ വോട്ട് ചെയ്യുന്ന സമയത്തുള്ള 17C നമ്പരും എണ്ണ സമയത്ത് എടുക്കുന്ന നമ്പർ തമ്മിൽ വ്യത്യാസം ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ബൂത്ത് ലെവലിലാണ് ഇത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നടക്കുക. ആ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഈ ഏജൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഫിസിക്കലി ചലഞ്ച് ചെയ്യാം, അല്ലാതെ തന്നെ നമ്മുടെ ഇതിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചുപോയ ആളാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. ഇപ്പം ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളതാണ്. വളരെ വിജിലൻ്റ് ആയിട്ടാണ് നമ്മൾ ഏജൻറ്റുമാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൽ നമ്മൾ വോട്ടിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 684 വോട്ടിന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട്. അതുപോലെ ശശി തരൂർ, തിരുവനന്തപുരത്ത് 2014 4 നിയോജക മണ്ഡലങ്ങളിൽ ശശി തരൂർ വളരെ പുറകിലായിരുന്നു. 3 മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം 2014 ജയിച്ചത്. മറ്റ് സമയത്തും അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന് നമ്മൾ ചരിത്രത്തെ സമഗ്രമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ 6 വർഷത്തേക്ക് അയോഗ്യതയാക്കി കോടതി പ്രഖ്യാപിക്കുകയും അവരെ തിരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കിയൊരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സുതാര്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. ഇപ്പം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഞാനൊരു EVM-ൻ്റെ വക്താവായിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ പെർഫെക്റ്റ് ആണ്, അതിലൂടെ ഇന്ത്യയിൽ ഒരു തരത്തിലുമുള്ള അട്ടിമറി നടന്നിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നുണ്ട്. ഇതൊരു പുതിയ ഒരു തലത്തിലാണ്. ഇത് ഇലക്ഷൻ കമ്മീഷനല്ല. അടുത്ത തവണയും തെറ്റുകളുണ്ടെങ്കിൽ അത് ബൂത്ത് തലത്തിൽ മാത്രമേ ഇതിനെ നമുക്ക് മോഡിഫിക്കേഷൻ നടത്തും. എന്ത് തരത്തിൽ തിരുത്തണമെങ്കിലും ചലഞ്ച് ചെയ്യണമെങ്കിലും അത് ബൂത്ത് തലത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. സംസ്ഥാന തലത്തിലൊരു തരത്തിലുള്ള ഒരു പഠനം നടത്തിയല്ല ഇത് ചെയ്യേണ്ടത്. ഓരോ ബൂത്തിലും ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്യുന്നത് പോലെ അതാത് ബൂത്തുകളിൽ ഇപ്പോൾ എറ്റേണൽ വിജിലൻസ് ഇസ് എ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയും. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ താഴെത്തട്ടിലുള്ള പാർട്ടി വർക്കേഴ്സും ജനങ്ങളും വോട്ടേഴ്സും ഒപ്പം തന്നെ BLO പോലെയുള്ള പ്രവർത്തകർ അവരെല്ലാം കൂടെ സംയുക്തമായി വർക്ക് ചെയ്യണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിലെ എൻ്റെ അറിവിൽ 90% ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ അവരിലൂടെ എങ്ങനെയാണ് തൃശ്ശൂർ വോട്ട് അട്ടിമറിച്ചത്? അവിടുത്തെ ഏജൻറ്റുമാർ, ഞാൻ ചോദിക്കുന്നത്, തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എത്ര ബൂത്തിലാണ് വോട്ട് ചലഞ്ച് രേഖപ്പെടുത്തിയത്? അപ്പോൾ അന്നൊന്നും പത്രത്തിൽ അങ്ങനെ ഒന്നും വന്നില്ല. മാത്രമല്ല കാൻഡിഡേറ്റ്, അവിടെ പരാജയപ്പെട്ട കാൻഡിഡേറ്റ്, കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആദ്യത്തെ ദിവസം പ്രഖ്യാപിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നുള്ള തരത്തിലാണ്. പക്ഷേ അതിനുശേഷം ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ പുതിയ തലമുറയുടെ മുന്നിൽ അവഹേളിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വരുന്ന ആളുകളിൽ ഒരുപക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് വരുമായിരിക്കും. നിലവിൽ ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിലും മറ്റിടങ്ങളിലും ക്രമക്കേടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് തരത്തിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അത് പരാതിയായി സമർപ്പിക്കാനുള്ള 7 ദിവസം നിലവിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് നൽകിയിട്ടുണ്ട്. എന്താകും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം. ഇന്നത്തെ സമകാലികം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അതിഥികളായി പങ്കെടുത്ത പ്രൊഫസർ കെ ജയപ്രസാദ്, അഡ്വക്കേറ്റ് മഞ്ജുളാകൻ ജയൻ, ശ്രീ വെമ്പായൻ നസീർ, ശ്രീ VS ജിതിൻ ദേവ്, അതിഥികൾക്ക് നന്ദി. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.